മുഖ്യമന്ത്രി പിണറായി വിജയൻ അടപടലം തരം താഴ്ന്ന് പടിയിറങ്ങേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ പിണറായി വിജയന്റെ പരാജയവും തുടങ്ങിയിരിക്കുകയാണ്. മടിയിൽ കനമുള്ളവൻ വഴിയിൽ ഭയന്നേ പറ്റുള്ളൂ. CPIക്ക് മുന്നിൽ കൈകൂപ്പി നിന്ന് യാചിക്കുന്ന പിണറായി വിജയനെയും അത് കഴിഞ്ഞ് സാഷ്ടാംഗം വീഴുന്ന പിണറായി വിജയനെയും ഇന്ന് കേരളം കാണുകയാണ്. മകനും മകളും അടക്കം കേന്ദ്രത്തിന്റെ അന്വേഷണത്തിൽ കുടുങ്ങുമെന്നായപ്പോൾ അമിത്ഷായുടെ അന്തപുരത്തിൽ പോയി യാചിച്ച പിണറായി വിജയന് RSSന്റെ പാഠ്യപദ്ധതി അംഗീകരിച്ചു കൊള്ളാം എന്ന് പറയേണ്ടി വന്നു. മാത്രമല്ല, സ്വന്തം മന്ത്രിമാരിൽ നിന്ന് പോലും മറച്ചുവെച്ച് നരേന്ദ്രമോദിയും അമിത്ഷായും പറയുന്നിടത്ത് ഒപ്പുവെക്കേണ്ടി വന്നിരിക്കുന്നു. ഇതെല്ലാം കയ്യിൽ 100 തട്ടിപ്പുമായി മുന്നോട്ട് പോകുമ്പോഴാണ്, കുടുങ്ങുമെന്നായപ്പോഴാണ് ഈ ഒപ്പുവെക്കലെല്ലാം നടത്തിയത്. എന്നാൽ ഇനി ആര് കുടുങ്ങിയാലും ആശയവും നിലപാടും പണയം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കുപോക്കിനും തങ്ങളില്ല എന്ന് ഉറപ്പിച്ച CPIക്ക് മുന്നിൽ മുഖ്യമന്ത്രി തല താഴ്ത്തി നിൽക്കുകയാണ്. ഇതിനപ്പുറം ഒരു പരാജയം അദ്ദേഹത്തിന് വരാനില്ല. ഇത് പിണറായിയുടെ പടിയിറക്കത്തിന്റെ തുടക്കമാണ്. ഏതായാലും സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പിന്മാറ്റം ഉറപ്പിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി അത് പ്രകാരം ഒരു ധാരണയ്ക്കുമില്ല എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് കത്തയക്കാൻ സർക്കാർ തലത്തിൽ നടപടി തുടങ്ങിക്കഴിഞ്ഞു. PM ശ്രീ കരാറിന്റെ മാനദണ്ഡങ്ങളിൽ ഇളവ് ആവശ്യപ്പെട്ട് CPM കത്ത് നൽകിയേക്കുമെന്നാണ് സൂചന. കേന്ദ്രത്തിന് കത്തയക്കാമെന്ന സമവായം CPIക്ക് മുന്നിൽ വെക്കാനും അത് പ്രകാരം വലിയ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാമെന്നതുമാണ് CPMന്റെ തന്ത്രം. കേന്ദ്രവും സംസ്ഥാനവും ഒപ്പുവെച്ച PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അധികാരവും അവസരവും സംസ്ഥാന സർക്കാരിനില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. അത് കേന്ദ്രത്തിന് മാത്രമാണുള്ളത്. എങ്കിലും പിണറായി സർക്കാർ ധാരണാപത്രം മരവിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിന് കത്ത് നൽകും. അത് CPIയെ സമവായത്തിലെത്തിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം കത്തിന്റെ കരട് MA ബേബി CPI ജനറൽ സെക്രട്ടറി D രാജയ്ക്ക് അയച്ചു കൊടുത്തു. ഈ ധാരണയ്ക്ക് നിൽക്കണോ എന്നുള്ളത് തീരുമാനിക്കാൻ കത്ത് CPI സംസ്ഥാന നേതൃത്വം പരിശോധിക്കുകയാണ്. മന്ത്രിസഭായോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കടുത്ത നടപടിയിലേക്ക് CPI കടക്കുമെന്നിരിക്കെയായിരുന്നു CPIMന്റെ നിർണായക നീക്കം. വിഷയം ചർച്ച ചെയ്യാനായി മുന്നണി യോഗവും ഉടൻ വിളിക്കും. എന്നാൽ കരാർ അതേപടി തുടരുമെന്നുള്ളതാണ്. ഈ ധാരണ മരവിപ്പിക്കൽ പരിപാടി കൊണ്ട് ജനങ്ങളെ പറ്റിക്കാനുള്ള പരിപാടിയാണോ എന്നുള്ളതിൽ സംശയമുണ്ട്. എങ്കിലും മാനദണ്ഡങ്ങളിൽ ഇളവ് ആവശ്യപ്പെടാനാണ് നീക്കം. ഇക്കാര്യത്തിൽ പിന്നീടുള്ള തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രമാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് CPI ഉടക്ക് തുടരുന്നതിനിടയിലാണ് CPMന്റെ പുനർ ആലോചന എന്നതാണ് മുഖ്യമന്ത്രിയുടെ കീഴടങ്ങൽ സൂചിപ്പിക്കുന്നത്. കേന്ദ്രത്തിന് കത്തയച്ച് രാഷ്ട്രീയ തീരുമാനം പ്രഖ്യാപിച്ചാൽ CPI വഴങ്ങുമെന്ന് CPM കരുതുന്നു. D രാജയെ MA ബേബി ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു. കേന്ദ്രത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്ന കത്തിന്റെ ഉള്ളടക്കവും അയച്ചുകൊടുത്ത് സാഷ്ടാംഗം കീഴടങ്ങി പിണറായി വിജയൻ മാറിയിരിക്കുന്നു എന്നുള്ളത് കേന്ദ്രത്തോട് എങ്ങനെ പറയുമെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഒന്നുകിൽ CPIയെ അനുനയിപ്പിച്ച് പിന്നീട് വീണ്ടും ചതിക്കും, അല്ലെങ്കിൽ എല്ലാം ഏറ്റുപറഞ്ഞ് കേന്ദ്രത്തിന്റെ സഹായം ലഭിക്കാത്ത തരത്തിൽ പതനം ഉറപ്പിക്കും. രണ്ടായാലും ഒന്നേ പറയാനുള്ളൂ, പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ പതനവും പടിയിറക്കവും തുടങ്ങിക്കഴിഞ്ഞു.